നിങ്ങളിപ്പോൾ വിചാരിക്കുകയായിരിക്കും ഞാനിത് എന്തുമായി വരച്ച് വെക്കുന്നത്. ആക്ച്വലി ഇതൊരു മോഡേൺ ആർട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവസാനം നോക്കിയിരിക്കും. ഇതിൽ അർത്ഥം ഉള്ളൊരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? വരും, അവസാനം ഒരു അർത്ഥമുള്ളൊരു ചിത്രമായിട്ട് തന്നെ ഞാൻ മാറ്റും. ഫസ്റ്റ് ലൈൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിൻ്റെ ബാക്കി ഇപ്പോൾ വരും. നിങ്ങളൊന്നും പേടിക്കേണ്ട. അവസാനമാകുമ്പോഴത്തേക്ക് ഇതൊരു കിടിലൻ പിക്ചറായിട്ട് മാറും. നോക്കിപ്പോ, ഞാൻ ചലഞ്ച് ചെയ്യും. ദൈവമേ എന്നെ കാത്തോണേ, പറഞ്ഞും പോയി. അവസാനം വരും, ഉറപ്പായിട്ടും വരും. ഞങ്ങൾ ഇത്രയും നേരം വരച്ച ഈ ലൈൻസിനകത്തെല്ലാം ഒരു ഇതളുകൾ വരച്ചു കൊടുക്കും. കണ്ടേ, എന്തോരം കഴിവാണെന്നറിയോ? വരയ്ക്കാനൊരു കഴിവ്, മായ്ക്കാനൊരു കഴിവ്, വരച്ചത് വെട്ടിക്കളയാൻ വേറൊരു കഴിവ്. എല്ലാവർക്കും കഴിവുണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. എന്തൊക്കെയോ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? പിക്ചർ ഏകദേശം അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നും മനസ്സിലാകാത്ത സിറ്റുവേഷനിൽ നമ്മൾ എത്രയും വരച്ചിട്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടീസും കൂടെ ഉണ്ട്. ഗൈസ്, നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് എന്തേലും ആയിട്ടൊക്കെ അങ്ങ് വരും. അത് മാത്രം എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറ്റിക്കാട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന ചില നല്ല നല്ല ഫ്ലവേഴ്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം വരച്ച സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, പിന്നീട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പിക്ചറും അതുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് വരച്ചപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊന്നും. പക്ഷെ പിന്നെ വരച്ച് ആ ഒരു പ്രോഗ്രസ്സിലോട്ട് എത്തിയ സമയത്താണ് ഈ ഒരു ഫൈനലിലേക്ക് ഞാൻ എത്തിയത്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും മനസ്സിലാവത്തില്ല. ഒരുപാട് ലൈൻസും വരയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ ആസ് യു ഗോ ഫോർവേഡ് യു വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ തിങ്സ്. പിന്നീട് നമുക്കത് മനസ്സിലാവും. ഓക്കെ.